ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ ദിവസം തുടങ്ങാണ് നമുക്കും. അപ്പോൾ ആയതുപോലെ നിങ്ങൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിലൊക്കെ പോയി വന്ന് അപ്പോൾ എടുത്ത നമ്മളെ കിട്ടി, ഞാൻ അവനെ കൊടുക്കാം നമ്മളെ വ്ളോഗിൽ. ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങാണ്. റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ, പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ ഓൻ ടാക്സി ഡ്രൈവറാണ്, ഓരോരുത്തർക്ക് ഭക്ഷണമൊക്കെ വാങ്ങാൻ വേണ്ടി അപ്പോൾ എന്നെ കണ്ടപ്പോൾ കയറ്റി പോകുന്നതാണ്. അപ്പോൾ അവൻ്റെ ഇതുമ്പാടെ ഞാൻ കൊടുക്കുക. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച് സപ്പോർട്ട് ചെയ്താലേ. അവനുണ്ട്, ഓട്ടോ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് റാഹത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ അവനേതായാലും ഭക്ഷണം വാങ്ങാൻ പോയി, അപ്പോൾ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളും എന്തൊക്കെ ഞാൻ ചെയ്തുതരാം. ഒന്നാമത് നല്ല ചാർജ് ഇല്ല, ഇനി ചാർജ് കുത്താനുള്ള സൗകര്യം നോക്കിയപ്പോൾ ഇതിൻ്റെ ചാർജർ പറ്റിയ പ്ലഗ് അല്ല, അങ്ങനെയൊക്കെ ഓരോ ഇതായി. പിന്നെ റൂമും കാര്യമൊക്കെ സെറ്റാണ്ട് താൽക്കാലം ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. അപ്പം ഇനി നമ്മളെ ചെങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. അതല്ല ഇതിലിങ്ങനെ നടക്കല. വീണ്ടും ആദ്യങ്ങൾ കണ്ടവരാണെങ്കിലും വരുന്നതിനേക്കാരം വരും കണ്ടുള്ള, എന്നാലും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനി നിങ്ങളെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കണം. നിങ്ങളെ ലൈക്കും കമൻറ്റുകളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഞാൻ വരട്ടെ, അവനെ കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നെയും കാണിച്ചു തരാം. ഓക്കെ, എന്നെ എന്താ പറയാനുള്ള വെച്ചാലേ, ഇവിടെ ഭയങ്കര വെയിലാ. നാട്ടിൽ നല്ല മഴ, പെരുന്നാൾ കഴിഞ്ഞാൽ നല്ല മഴ ഇല്ലേനോ, ഇവിടെ ഭയങ്കര വെയിലാ. പക്ഷെ നമ്മൾക്ക് പിന്നെ അങ്ങനെ വെയില് എ സിയും കാര്യങ്ങളും റൂം കട നിൽക്കുമ്പോൾ എ സിയും കാര്യങ്ങളാകുമ്പോൾ വലിയതൊന്നുമില്ല. എന്നാലും പുറത്തിറങ്ങിയാൽ ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിലെച്ചാൽ ഭയങ്കര വെയില. വേണ്ട ഞങ്ങൾ ഇവിടെ കടയിലേക്ക് പോയതാണ് കേട്ടോ. സമയം 1:30 ആയിട്ടുള്ള, ഭയങ്കര വെയിലാഴ്ച, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക, എ സിയും കാര്യങ്ങളുണ്ട്. വണ്ടിയിൽ അയച്ചിട്ടാണ് ഇവിടെ ഇരിക്കുക. അജ് പോയി വന്നോന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത വിശേഷങ്ങളും മാറ്റി നമ്മൾ വരാം. അത് ഞാൻ എൻ്റെ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ. നമ്മളെ മൻസൂർ ഇവിടുത്തെ ഡ്രൈവറാട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്പറാ കൊടുക്കണം, പിന്നെ വിളിയോണ്ട് വിളിയാക്കാരോ. അപ്പോൾ ഇവരുമാടെ നമ്മളേതെങ്കിലും വ്ളോഗിൽ നമ്മൾ ഇവിടെ കൊടുത്തിടാം. കഴിച്ചിലാട്ടെ, കഴിച്ചിലാണ് മൊയലാളിയാണ്. നമ്മൾ മൊയലാളുടെ ഒപ്പം പോവാണ് അല്ലേ? തീർച്ചയായിട്ടും. ഗൈസ്, അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ല, കുറച്ചായി. അപ്പോൾ അവരൊക്കെ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കാൻ പോവാ. ഭയങ്കര വെയിലാണ് കേട്ടോ. കണ്ണടക്ക് വെച്ച് ഇവിടെ എത്തിയപ്പോൾ കണ്ണടക്ക് വെച്ച് സ്റ്റൈലാക്കിയാറുണ്ട്. ഭയങ്കര വെയിലാണ്, വെയിൽ പ്രൊട്ടക്ഷൻ. ഇത് കഴിക്കാൻ പോവാ, ഇവിടെ നല്ല പോയൊക്കെ. ഗൈസ്, അങ്ങനെ യമനി മന്തിയിലെത്തി. യമനി മന്തി ഷവായും കഴിക്കായിരുന്നു. ചെറിയ പോഷം മതി, വിശപ്പായിട്ടാണ്, എത്ര മതി. അപ്പോൾ ഏതായാലും കാണിച്ചത് അവിടെ ഇരിപ്പിടൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കാണിച്ചണമെന്ന് പറഞ്ഞല്ലോ, നമ്മളൊന്നുമാടെ കാണിച്ചതാണ്. ഇവിടെ വന്നാലും നമ്മൾ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അധികം ഇങ്ങനെ ആയിട്ടേക്കാരം. സൗദിയിൽ വേറെ തന്നെയാണ്, ടേബിളായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതുണ്ടാവും, മജ്ലിസായിട്ട് ഉണ്ടാവും. അതേമാതിരി മജ്ലിസായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഒരേ സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. എന്തായാലും മന്തി ആറ്റേ അത് കാണിച്ചിടാം. ഗൈസ്, കുറച്ചാണ് പറഞ്ഞാൽ പേടിക്കേണ്ട, കുറച്ച് തന്നെ ഉള്ളൂ. അതായത് ഷവായും ഒരു ക്വാർട്ടർ ഷവായും അതിക്കുള്ള മന്തിയും, പിന്നെ അതിക്കൊരു സോസ് ഉണ്ടാവും, ഉള്ളു. എന്താ ഇത് നമുക്കിവിടെ കിട്ടും, ഉള്ളി, നാരങ്ങ ഒക്കെ കിട്ടും, ഒരു സ്പൂണും കിട്ടും. പോരിക്കുന്നില്ല, അത് കഴിച്ചിട്ട് തരാം. ഗൈസ്, ഇവിടുത്തെ ചോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാം അടിപൊളിയാണ് മന്തി. പിന്നെ എന്താ വെച്ചാൽ നാട്ടിലെ ഷവായ ഉണ്ടല്ലോ, അപ്പോൾ മസാല ഷവായാണ് ഇവിടെ ആണ് കേട്ടോ. മന്തിക്കുള്ള ഷവായ രസം കേട്ടോ, കുഴപ്പമില്ല, രസം. മസാല ഞാനിങ്ങനെ കഴിപ്പിച്ചിനെ കണ്ടാണ് നിങ്ങൾ ബോറപ്പിച്ചില്ല. അപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിക്കട്ടെ. ഗൈസ്, ഞാൻ റൂമിലെത്തിട്ടോ, നടന്ന് ചോറൊക്കെ കഴിച്ച്. ഭയങ്കര വെയിലല്ലേ. റൂമും കാര്യങ്ങളും സെറ്റപ്പൊക്കെ പിന്നെ കാണിച്ചു തരാം. ഒക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏകദേശം ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കുറങ്ങി നമ്മൾ എണീറ്റ് നേരെ പോകുന്നുണ്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക്. ഓൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ കഴിയുമ്പോൾ. അപ്പം ഇനി ഓനെന്നേരം നമ്മളെ വ്ളോഗിൽ പഠിപ്പിച്ചല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഓൻ വരട്ടെ, എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ എന്താ തീരുമാനിക്കട്ടെ. ഗൈസ്, ഞാൻ പറഞ്ഞ ആ പിരാന്തം വരുന്നുണ്ട് കേട്ടോ. പിരാന്തം ഇന്നലെ അവനെ ഉൾപ്പെടുത്തിയില്ല.
നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഏട്ടനനുസരിച്ച് ഞങ്ങൾ എന്താ വെച്ചാൽ കൂടെ പറപ്പല്ല, പക്ഷെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് നേരാക്കുള്ളൂ. അതിന് എനിക്ക് ഫുഡാക്കി തരും കേട്ടോ. അപ്പൊ വേണ്ടിട്ട് പോവാൻ നിൽക്കുകയാണ്. അതെ, ഞാൻ എനക്കാണല്ലോ വാങ്ങി തരുന്നത്. ഞാൻ കൊടുന്ന കാണിച്ചോർക്ക്. പിന്നെ കൊടുന്ന സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു പൊതി ഉണ്ട്. എന്താന്നുള്ളത് ഒരു ബോക്സ് ആക്കിയാലേ അറിയുള്ളൂ. കഞ്ചാവാണോ? കഞ്ചാവല്ല, എയർപോർട്ടിൽ കാണെങ്കിലോ. കുറച്ചുകൊണ്ട് ഏതായാലും ഓന് മാണ്ടിയ സാധനം നമ്മൾ ഓന് കൊടുന്നു നിർത്തണം. ഓൻ പറഞ്ഞത്. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വണ്ടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വണ്ടി എത്തിയിട്ടില്ല. വിളിച്ചിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ തന്നെ എത്തുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അറിയില്ല. വരാം ഏതായാലും. നമ്മളെ ഹോട്ടലെത്തില്ല, തങ്ങന്മാരെ ഹോട്ടല് അല്ലേ? നമ്മളെ നാട്ടുകാരെ ഹോട്ടൽ തന്നെയാണ്. നമുക്ക് തരാതെ ചായ, നമുക്ക് ചായ ഇല്ല, ഒറ്റക്ക് കുടിച്ചാ നമ്മൾ മിഷീൻ ചായ തെറ്റൂലേ? മധുരമുള്ള പറ്റും. ഒന്ന് മധുരം കുടിച്ചാ പിന്നെ നമ്മൾ ഒഴിവാക്കും. അപ്പൊ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, പറ്റ എന്നിട്ട് കാണിച്ചു തരാം അല്ലേ? ചായ ആയിട്ട് വരുന്നുണ്ടോ? അയാൾ നമ്മളെ കാണിച്ചു തരാം. ചായക്കാക്ക ഓക്കെ, ശരി. ഫുഡ് എത്തിയിട്ട് പറഞ്ഞത് ചായ കറക്റ്റ് ആട്ടോ. അതായത് ഏലക്കായും ടെസ്റ്റ് ചെയ്യാനല്ലോ, മെഷീനാണല്ലോ. മെഷീൻ ചായ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ. ഓവറായിട്ട് മധുരം കുത്തി കളിക്കിട്ടൊന്നുമില്ല അല്ലേ? രസമുണ്ട്. അതിലെ ഫുഡ് ആയിട്ട് എൻ്റെ കാണിച്ചത്. നാട്ടിലത്തെ വരണ്ട, റിയാല് വരണ്ട. എന്നാ ശരി, സാധനം വന്നിട്ട് കാണിച്ചു തരാം. ഹായ് ഗായ്സ്, അപ്പോൾ ഭക്ഷണം കഴിക്കണമൊക്കെ എന്ന് പറഞ്ഞ വീഡിയോ അല്ലേ? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല. കാരണം നമ്മൾ ഭക്ഷണം കൊടുത്തവിടെ നമുക്ക് കുറച്ച് ടൈം വന്നു. അപ്പോൾ ഇതിനാകുമ്പോൾ ഓന് പിന്നെ അവൻ്റെ ജ്യേഷ്ഠൻ വിളിച്ചു. അവിടെ എന്താ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് പെട്ടെന്ന് പോകാൻ. അതിൻ്റെ ഭക്ഷണങ്ങളവിടെ ക്യാൻസലാക്കി. അപ്പം പണികൾ നടക്കണ്ട അവിടെ. എന്നാൽ പിന്നെ പണികളാണല്ലോ ആദ്യം മെയിൻ. അങ്ങനെ അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും കളിയുണ്ടൊക്കെ കുത്തിർന്നു. കളികളുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കളിയുണ്ടൊക്കെ കുത്തിർന്നു. ഓന് കണക്കും കാര്യങ്ങളായിട്ട് അങ്ങനെയും പോയി. ഞാൻ കളിയുണ്ടൊക്കെ കുത്തിർന്ന്. ഞാൻ ഭക്ഷണം കഴിച്ചില്ലതാ സാധനം നമ്മളെ കയ്യിലുണ്ട്. ബ്രോസ്റ്റായിട്ടോ, ബ്രോസ്റ്റാണ്. അപ്പം നമ്മൾ ബ്രോസ്റ്റും പണിയാണല്ലോ ആദ്യം. അപ്പോൾ അറിയാത്തവർക്ക് നമ്മൾ ബ്രോസ്റ്റും പണി ഇനി അത് തന്നെയാണ്. അപ്പോൾ എവിടെയാണ് എന്താണ് എങ്ങനെയൊക്കെ നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പറയണ്ടല്ലോ, നിങ്ങൾ കൂടെ ഉണ്ട്. അതേപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വ്ളോഗ് കാണും വരെ ബൈ.